നമസ്കാരം. ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതായി റിപ്പോർട്ട്. അതായത് ഇക്കാര്യം ഇന്റലിജൻസ് റിപ്പോർട്ട്, അതായത് ഇസ്രായേലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപിനെ ലക്ഷ്യമിട്ടുള്ള സാധ്യതാ ഭീഷണികളെ കുറിച്ച് US ഇന്റലിജൻസ് ഏജൻസികൾക്ക് കഴിഞ്ഞ ആഴ്ചകളിൽ നിരന്തര വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ നൽകിയ പുതിയ മുന്നറിയിപ്പാണ് ഒരു പ്രത്യേക വധശ്രമ പദ്ധതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ആദ്യത്തെ റിപ്പോർട്ടായി മാറുന്നത്. എന്നിരുന്നാലും ഇറാനെതിരെയുള്ള അമേരിക്കയുടെ സൈനിക നടപടികൾ ശക്തമാക്കണമോ എന്ന കാര്യത്തിൽ ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കൂടിയാകും ഇസ്രയേലി രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവച്ചതെന്നാണ് ചില US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഈ ഗൂഢാലോചനയുടെ കൃത്യമായ സ്വഭാവം ഇനിയും വ്യക്തമായിട്ടില്ല. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അനുസരിച്ച് ഇസ്രയേൽ ഈ മുന്നറിയിപ്പ് നൽകുന്നത് വരെ US ഏജൻസികൾ ഈ പ്രത്യേക ഭീഷണിയെക്കുറിച്ച് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഈ വിവരങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കുകയോ ചെയ്തിരുന്നില്ല. തങ്ങളുടെ പരമോന്നത നേതാവ് അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് ട്രംപിന് മരണം എന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഞങ്ങൾ ട്രംപിനെ കൊല്ലുമെന്ന് എഴുതിയ ബാനറുകൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ബുധനാഴ്ച അങ്കാറയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് തന്റെ ജീവന് നേരെ അതായത് തന്റെ ജീവൻ ഇപ്പോൾ ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അവർക്ക് US നേതാവിനെ, അതായത് എന്നെ ഇല്ലാതാക്കണം എന്നായിരുന്നു ട്രംപിന്റെ വാക്ക്. ഞാൻ എല്ലാ ലിസ്റ്റിലുമുണ്ട്. ഇന്ന് രാവിലെ ഞാൻ കണ്ടു, അവരുടെ എല്ലാ ലിസ്റ്റുകളിലും ഞാനുണ്ട്. ഇതുവരെയും ഞാൻ കുറച്ചു ഭാഗ്യവാനായിരുന്നു എന്ന് കരുതുന്നു. പക്ഷേ അതൊരു പക്ഷേ നീണ്ടു നിൽക്കില്ല. ഇവർ ക്രൂരന്മാരും മാനസിക രോഗികളുമായ മനുഷ്യരാണ്. ആ ക്യാൻസറിനെ നമ്മൾ വേരോടെ പിഴുതെറിയണം. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? ക്യാൻസർ തുടക്കത്തിലെ തന്നെ എന്ത് ചെയ്യണം? വെട്ടിമാറ്റണം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. പിന്നീട് ഇറാന്റെ പുതിയൊരു വധശിക്ഷാ പട്ടികയിൽ താൻ ഒന്നാമതാണ് എന്നും അടുത്തിടെ അറിഞ്ഞതായും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഇസ്രയേൽ പങ്കുവച്ച രഹസ്യാന്വേഷണ വിവരങ്ങളെ കുറിച്ചോ അദ്ദേഹം സംസാരിച്ചതെന്ന് കാര്യം വ്യക്തതയില്ല. ഇറാൻ സംഘർഷം ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന അഭിപ്രായ വ്യത്യാസം തുറന്നുകാട്ടുകയാണ്. സൈനിക നടപടികളുടെ ഭാവി കാര്യങ്ങളെ കുറിച്ച് ഇരു നേതാക്കളും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത്. വ്യാപകമായ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനാൽ ഇറാനെതിരെ തുടർച്ചയായ ആക്രമണങ്ങൾ വേണമെന്ന് നെതന്യാഹു വാദിക്കുമ്പോൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നു. എന്തായാലും ഇതിലൂടെ യുദ്ധം ലഘൂകരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. യുദ്ധം നിയന്ത്രിക്കുന്നതിനായി കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇറാനുമായി ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഈ വെടിനിർത്തൽ അവസാനിച്ചതിന് ട്രംപ് അടുത്തിടെ പ്രസ്താവിച്ചു. അതായത് കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഉണ്ടാവുകയും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തുടരെ ഇറാനെ ആക്രമിക്കുന്ന നടപടിയാണ് US സ്വീകരിച്ചത്. അതിനു പിന്നാലെയാണ് എന്ത് ചെയ്ത ട്രംപ് പ്രഖ്യാപിച്ചത് ഇറാനുമായി ഉണ്ടായിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചു എന്ന്. അപ്പോൾ വീണ്ടും ഒരു പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന നിലപാടാണ് പലപ്പോഴും ട്രംപ് കൈക്കൊള്ളുന്നത്.